ലീഗിൻ്റെ കേരളയാത്ര വമ്പിച്ച ഒരു ജനക്കൂട്ടത്തെയാണ് കേരളത്തിൽ അത് പോയ സ്ഥലങ്ങളിൽ മുഴുവൻ ആകർഷിച്ചത്. മാത്രമല്ല, പോകുന്ന വഴിക്കും അതുപോലെ പൊതുയോഗ സ്ഥലത്തുമൊക്കെ കൂടിയത് കേവലം മുസ്ലിം ലീഗുകാരല്ല, പൊതുസമൂഹം മുഴുവൻ ഈ കേരളയാത്രയിൽ ഞങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ എല്ലാ സ്ഥലത്തും തടിച്ചുകൂടിയിരുന്നു. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങളെടുത്തതാണ്. അന്തർദേശീയ തലത്തിൽ ഏവരെയും വല്ലാതെ ആശങ്കയിലാക്കുന്ന തീവ്രവാദം, ഇന്ത്യയിലാണെങ്കിൽ അതിലേറെ ആശങ്ക പരത്തുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ, ഇതിനെ രണ്ടിനെയും ഒരുപോലെ എതിർത്ത് അതിന് അർഹതയുള്ള മുസ്ലിം ലീഗ് രംഗത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഭീഷണികളൊന്നും ഈ മണ്ണിൽ വരില്ല എന്ന ഒരു ആത്മവിശ്വാസം ജനങ്ങളിലുണ്ട്. അത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു. അതിന് സപ്പോർട്ട് കൊടുക്കാൻ തന്നെയാണ് പൊതുസമൂഹം തടിച്ചുകൂടിയത്. അവരുടെ അർഷാരവും അവരുടെ ആശീർവാദവും അവരുടെ മുഖഭാവവുമൊക്കെ ഇത് പ്രകടമാക്കി. കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ യാത്ര വമ്പിച്ച വിജയമാക്കിയതിൽ ഞങ്ങൾക്ക് എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് 11-ാം തീയതി ശംഖുമുഖത്ത് നടക്കാൻ പോകുന്നത്. ശംഖുമുഖത്ത് യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എടുക്കുന്ന ആ പ്രതിജ്ഞ വരും കാലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ തീവ്ര ശ്രമം, ഈ മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമം അതായിരിക്കും ശംഖുമുഖത്ത് നടക്കുന്നത്. അതിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുക. ആ നിമിഷത്തിന് സാക്ഷിയാവാൻ കേരളത്തിലെ മുഴുവൻ പൗരാവലിയെയും അതുപോലെ തന്നെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സഹോദരിമാരെയും എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ക്ഷണിക്കുക.